കേരളത്തിലെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ആതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ റോഡ് ട്രിപ്പ് ആസ്വദിക്കാനാണ് ഇന്നത്തെ എൻ്റെ യാത്ര. കൊച്ചിയിൽ നിന്ന് അങ്കമാലി വഴിയാണ് എൻ്റെ യാത്ര. അങ്കമാലിയിൽ നിന്നും തിരിഞ്ഞാൽ എണ്ണപ്പനകളും തെങ്ങിൻ കൂട്ടവും ചേർന്ന കുഞ്ഞു റോഡ് വഴി ആതിരപ്പള്ളി ചെക്ക് പോസ്റ്റ് എത്താവുന്നതാണ്. മുന്നോട്ട് പോകുന്തോറും റോഡ് വളരെ മോശമാണ്. കാഴ്ചകളെല്ലാം കണ്ട് നേരെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയാൽ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്ന 60 രൂപയാണ്. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഉള്ളിൽ വന്നാൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ അതിഗംഭീര ഭംഗി നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. അതുപോലെ വീക്കെൻഡ് ആയതുകൊണ്ട് ഇവിടെ നല്ല തിരക്കാണ്. വെള്ളച്ചാട്ടം മുഴുവൻ ചുറ്റി നടന്ന് ആസ്വദിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് വാഴച്ചാൽ റൂട്ടാണ്. പോകുന്ന വഴിയിൽ ചാർപ്പ പാലവും വെള്ളച്ചാട്ടവും കാണാവുന്നതാണ്. ഇതിലെ വരുന്നവർ തീർച്ചയായിട്ടും ഇവിടെ ഇറങ്ങി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ സ്പോട്ടാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്കാണ്. നല്ല മഴ കാരണം വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണാൻ ഇറങ്ങിയില്ല. സോ നമ്മൾ നേരെ പോവുകയാണ് വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലേക്ക്. ഇവിടെ നിന്ന് വേണം നമുക്ക് മലക്കപ്പാറയിലേക്ക് പോകാനുള്ള പാസ് എടുക്കാനായിട്ട്. ഇനിയാണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള റൂട്ട്, അതായത് വാഴച്ചാലിൽ നിന്നും മലക്കപ്പാറ വരെയുള്ള റൂട്ട്. കാരണം കാടും മലകളും ഒക്കെ കയറി വേണം മലക്കപ്പാറ എത്താൻ. മൃഗങ്ങൾ മാത്രമല്ല, പലയിടങ്ങളിലും മരങ്ങൾ മറിഞ്ഞു നിൽക്കുന്നതിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ നമുക്ക് കാണാവുന്നതുമാണ് പോകുന്ന റൂട്ടിൽ. ഇടുങ്ങിയ റോഡിലൂടെ കോടമഞ്ഞൊക്കെ കണ്ട് ആസ്വദിച്ച് മനസ്സിൽ കുറച്ച് ടെൻഷനൊക്കെ അടിച്ച് യാത്ര ചെയ്യുന്നതൊരു ഫീൽ ഉണ്ടല്ലോ, ഏതൊരു യാത്രക്കാരനെ ഹാപ്പി ആക്കുന്ന മൊമെന്റ്സ് ആണ്. കാനന ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്നും നമ്മൾ എടുത്ത പാസ് ഇവിടെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഏൽപ്പിക്കേണ്ടതാണ്. കുറച്ച് സമയം മലക്കപ്പാറയിൽ അങ്ങനെ സ്പെൻഡ് ചെയ്തു. ഇനി നമ്മൾ നേരെ പോകുന്നത് വാൽപ്പാറയിലേക്കാണ്.